വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ മറ്റാർക്കുമില്ലാത്ത വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ യേശു കർത്താവിനോട് പിതാവായ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. അവർ നിന്നെ ക്രൂശിക്കുമ്പോൾ, നീ ചിലത് സഹിക്കേണ്ടി വരുമ്പോൾ, ഞാനൊരു വാക്ക് നിനക്ക് കൈമാറുകയാണ്. മരണം കൊണ്ട് നീ അവസാനിക്കുകയില്ല. 3-ാം നാൾ നീ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ഇത് തൻ്റെ മുൻപിലുള്ള ഒരു സന്തോഷമാണ്. അവൻ ക്രൂശിൽ വെച്ച് അകൃത്യ യാഗമായി തീർന്നപ്പോൾ അവൻ സന്തതിയെ കണ്ടു. അതെ, ഈ കഷ്ടതയുടെ നടുവിൽ യേശു ചിലത് കാണുന്നുണ്ട്. തൻ്റെ മുൻപിലൊരു സന്തോഷം. ഇന്ന് വേദനയാണ്, ഇന്ന് അപമാനമാണ്, ഇന്ന് ദുഃഖമാണ്, അതിലൊരു സന്തോഷമില്ല. എന്നാൽ ഈ വേദനയ്ക്കപ്പുറം ഒരു സന്തോഷമുണ്ട്. ഈ വേദനയ്ക്കപ്പുറം ദൈവം എനിക്ക് ചിലത് കരുതി വെച്ചിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഈ വേദനയ്ക്കപ്പുറം ഒരു സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അപമാനമാണ്, എന്നാൽ ഇതിനപ്പുറം തേജസ്സിൽ ഒരു ഉയർപ്പുണ്ട്. അതെ, വാഗ്ദത്തത്തിൻ്റെ നിവർത്തി വെളിപ്പെടുന്ന സമയം അതിവിദൂരമല്ല. ഈ യാത്രാവേളയിൽ ചില നിന്ദകൾ നിങ്ങൾക്കുള്ളപ്പോൾ തന്നെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കുക. അതെ, അത് ഓർക്കുക. അത് മാത്രമാണ് നമ്മുടെ ബലം. അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നോക്കി പതറിപ്പോകാതെ, കലങ്ങിപ്പോകാതെ യേശുവിൻ്റെ വാക്ക് ഓർക്കുക. അതിൽ സന്തോഷമുണ്ട്, അതിൽ മാന്യതയുണ്ട്, അതിൽ വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ആരും തളരരുത്. നിങ്ങൾ ഇന്ന് പകൽ തകർക്കപ്പെടുമ്പോൾ മനസ്സിലാക്കണം, ഒരു വിധ നടക്കുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ വളരെ വിളവുണ്ടാകും. അതെ, അവൻ ക്രൂശിൽ മരണപ്പെട്ടപ്പോൾ നാം എല്ലാവരും ജനിക്കുകയായിരുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ നമ്മുടെ പാപത്തെ മുഴുവൻ ചുമന്നുകൊണ്ട് നമ്മെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തത്തക്കവണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയായിരുന്നു. ഇന്ന് പകൽ നിങ്ങൾ തളരരുത്. നിങ്ങൾ കരയുമ്പോൾ വിധ നടക്കുകയാണ്. നിങ്ങൾ ഞെരങ്ങുമ്പോൾ വിധ നടക്കുകയാണ്. വിധ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ കരഞ്ഞതിൻ്റെ കൊയ്ത്ത് വരുന്നുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.